തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സുരക്ഷാ മാനദണ്ഡ പരിശോധനയിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തി. ഫാർമസികൾക്ക് ഡ്രഗ് ലൈസൻസ് ഇല്ല എന്നാണ് പ്രധാന കണ്ടെത്തൽ. വാക്സിൻ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന ഫാർമസികൾക്ക് താപനില നിയന്ത്രിക്കാൻ സംവിധാനമില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷനായി നടത്തിയ പരിശോധനയിലാണ് മാനദണ്ഡങ്ങളിൽ ജനറൽ ആശുപത്രി പൂർണ്ണ പരാജയമെന്ന് തെളിഞ്ഞത്. ഫാർമസികൾക്ക് ഡ്രഗ് ലൈസൻസ് ഇല്ല. വാക്സിൻ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന ഫാർമസികൾക്ക് താപനില നിയന്ത്രിക്കുന്നതിന് സംവിധാനമില്ല. റേഡിയോഗ്രഫി യൂണിറ്റിന്റെ ലൈസൻസ് 3 മാസം മുമ്പ് കാലഹരണപ്പെട്ടു. നാർക്കോട്ടിക് മരുന്നുകൾ സൂക്ഷിക്കാൻ ലൈസൻസ് ഇല്ല. ഉപകരണങ്ങൾ അണുബാധാമുക്തമാക്കുവാനുള്ള സംവിധാനം കാര്യക്ഷമമല്ലെന്നും റിപ്പോർട്ട്. ഫയർ NOCയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ആരോഗ്യവകുപ്പിന്റെ മൂക്കിൻ തുമ്പത്തുള്ള ആശുപത്രിയിൽ ഇല്ല എന്നതും ഗുരുതര വീഴ്ചയായി റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരം നഗര ഗ്രാമീണ മേഖലകളിലെ ജനങ്ങൾ ചികിത്സയ്ക്കെത്തുന്ന ജില്ലയിലെ പ്രധാന ആശുപത്രിയിലാണ് ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.